മോളെ സാരമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പോലീസ് ചോദിക്കുമ്പോ സംഭവിച്ചത് എന്തായാലും ധൈര്യമായിട്ട് പറയണം. ഫോൺ ഞാൻ ഇപ്പൊ വരാം. ഹലോ ഹലോ, ആരാ? മിസ് ദീപ്തയാണോ? അതെ, ദീപ്തയാണ്. ഐ ആം ശങ്കർ ഹിയർ. നിങ്ങളുടെ മകൾ ഇഷയുടെ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. You know, we have been trying to reach you for quite a long time. Sir, I was in an emergency duty and I'm not allowed to use mobile phones during duty time. Anything serious? Yes. There's been an incident involving your daughter Isha. We need you to come in immediately. Don't delay, okay? Okay, sir. Hello. Hello, doctor. Yes. ആർക്കറിയാം, ന്യൂ ജനറേഷൻ അല്ലേ, കൈവിട്ട് പോയപ്പോ പീഡനമാക്കിയതായിരിക്കും. മാഡം, ദാ Thanks. എവിടാ സാറേ, ഇതുവരെ വന്നില്ലല്ലോ. ഈശയുടെ അമ്മ അതെ, വരും. മാഡം, ഈശയുടെ അമ്മ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. May I come in, ma'am? യെസ്. Good morning. ദീപ്ത അല്ലേ? അതെ. Do you know how long we've been waiting for you? സോറി മാം, ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു. കേട്ടാ തോന്നുന്നു ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണെന്ന്. ഞങ്ങളും കുറച്ച് തിരക്കുള്ളവരൊക്കെ തന്നെയാ. മാമിനെ വിളിപ്പിച്ചത്? മിസ് ദീപ്തയെ വിളിപ്പിച്ചത് ഞാനാണ്. This is Arun, Isha's classmate. And these are his parents. Let me come to the matter. അരുണിനെ ക്ലാസ്സിൽ വെച്ച് ഇഷ ഉപദ്രവിച്ചു. See his face. എന്റെ മോൾ ഉപദ്രവിച്ചെന്നോ? Yes. എന്നിട്ട് അവളെവിടെ? യെസ് മാം. ഗോപി, 10B ഇഷയെ വിളിക്കൂ. ഓക്കെ സർ. സർ, ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറയൂ. ഇഷ, മോളെ എന്തിനാ കരയുന്നേ? എന്താ ശരിക്കും സംഭവിച്ചെന്ന് പറ. അത് പിന്നെ അവൻ എന്നെ ഡ്രസ് അതുകൊണ്ടാ ഞാൻ അവനെ അടിച്ച്. അവൻ ഇനിയും ഇങ്ങനെ ചെയ്യുവാണെങ്കിലും ഞാൻ അവനെ ഇനിയും അടിക്കും, അതിനെ ആരാണെങ്കിലും.
നീ എന്തേ അത് എന്നോട് പറഞ്ഞില്ല? അമ്മേനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇതെനിക്ക് മാനേജ് ചെയ്യാന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സഹിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ അമ്മേ? അറ്റ്ലീസ്റ്റ് നിനക്ക് നിന്റെ സാറിനോട് പറയായിരുന്നില്ലേ? പറഞ്ഞമ്മേ, പക്ഷെ സാറ് പറഞ്ഞു അത് കാര്യമാക്കണ്ടെന്ന്. പക്ഷെ അവൻ വീണ്ടും അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. തമാശയായിട്ട് എടുക്കേണ്ട കാര്യം. നിസ്സാര സംഭവത്തിന് സാറ് പറഞ്ഞത് കേട്ടില്ലേ? മോളെന്തിനാ അവനെ അടിച്ചത്? നീ ഒരു പെണ്ണാ, വെറും പെണ്ണ്. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നടിക്കണം. അല്ലാതെ വലിയ വീട്ടിലെ കുട്ടിയെ അടിക്കാനൊന്നും പാടില്ല. ഇങ്ങനെ ഞാൻ പ്രതികരിക്കുന്നാണോ നിങ്ങളൊക്കെ കരുതിയത്? എന്നാലേ നിങ്ങൾക്കൊക്കെ തെറ്റി സാറുമാരെ. എന്റെ മോളോട് വൃത്തികേട് കാണിച്ച അവനിനി ഏത് കൊമ്പത്തവനായാലും പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഞാൻ അവളെ പഠിപ്പിച്ചു തന്നെ വളർത്തിയത്. മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല. നിർത്തടാ, നീ മിണ്ടരുത്. ഇത്തിരിയില്ലാത്ത പെങ്കൊച്ചിന്റെ അടുത്ത് വൃത്തികേട് കാണിച്ചിട്ട് അവനൊന്നും ചെയ്തില്ല പോലും. സ്റ്റോപ്പ് ഇറ്റ്. കൾച്ചർലെസ് ഫെലോസ്. ചുമ്മാ അല്ല നിങ്ങളുടെ മോളിങ്ങനെ ആയി പോയത്. വേണ്ട. നിങ്ങൾ എന്നെ സംസ്കാരം പഠിപ്പിക്കണ്ട. നിങ്ങളുടെ കൾച്ചർ എനിക്ക് ആവശ്യമില്ല. കഷ്ടപ്പെട്ട് ജോലി ചെയ്താ ഞാൻ ജീവിക്കുന്നേ. അതാ ഞങ്ങളുടെ സംസ്കാരം. അല്ലാതെ കുറച്ച് കാശ് പത്രാസും ഉണ്ടെന്ന് കരുതി ജീവിതമൂല്യം അറിയണമെന്നില്ല. ഇവൻ തെറ്റ് ചെയ്തപ്പോ അവനെ തിരുത്താൻ ശ്രമിക്കാതെ വളർത്തുകയായിരുന്നു നിങ്ങള്, അല്ലേ? എന്നാ പിന്നെ ഇങ്ങോട്ട് വാ. ഹോ, അപ്പൊ ഇത് നിങ്ങക്ക് തെറ്റാണെന്ന് തോന്നോ? ഇവരുടെ മകൻ എന്റെ മോളോട് ചെയ്ത തമാശ നിങ്ങൾ ഇവരോടൊന്ന് കാണിച്ചു നോക്ക്. അപ്പൊ അത് തെറ്റ് തന്നെ. അപ്പൊ ചെയ്തത് കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്കത് വെറും തമാശ. Whatever it is, she shouldn't have beaten him. ഹലോ പ്രിൻസിപ്പൽ മാഡം, അനാവശ്യമായി കൊച്ചിന്റെ പ്രായക്കേറി പിടിച്ച് ഒരുത്തനെ സ്വയരക്ഷയ്ക്കായി അടിച്ചതാണോ ഇവൾ ചെയ്ത് തെറ്റ്? പിന്നെ എന്ത് ചെയ്യണായിരുന്നു മാഡം? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമായിരുന്നോ? ഇറക്കി വിട അവനവന്റെ മക്കളെ, വല്ലവൻ ഇതുപോലെ തമാശിക്കാൻ. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അവൻ പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ നടക്കുന്നു. അതിനിവള് കൈയും കെട്ടുന്ന സമ്മതിക്കണായിരുന്നോ? എത്ര തവണ മിണ്ടാതിരിക്കണം? നിങ്ങൾ പറയുന്നത് ഒരു നിസ്സാര കാര്യമാണെന്ന്. ഇന്ന് വിളി കാര്യത്തിന് മൗനം പാലിച്ച നാളെ ഇവനെ പോലെയുള്ളവന്മാര് പെൺകുട്ടികളുടെ നെഞ്ചത്ത് കയറി നിരങ്ങും. സംരക്ഷിക്കേണ്ടവർക്ക് ഉത്തരവാദിത്തമില്ലാതായാൽ ഇതും ഇതിനപ്പുറം ഇവിടെ സംഭവിക്കും. അതെങ്ങനെയാ? തെറ്റുകൾ കാണുമ്പോ തടയേണ്ടടുത്ത് തടയാതെ വീഡിയോ കാട്ടി പേടിപ്പിച്ചും ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒരു ഉണക്ക മെഴുകുതിരിയുടെ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ജസ്റ്റിസ് ഫോർ ഹാഷ്ടാഗും ചെയ്ത് 4 കണ്ണീർ പോസ്റ്റും ഇട്ട് സഹോദരി മാപ്പെന്നും പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നതിലല്ല സാറേ കാര്യം. മരിച്ചു കഴിഞ്ഞ പെണ്ണുങ്ങളെ മാത്രം സഹോദരിയെ കാണുന്ന നാട്യമാണ് ഈ നാടിന്റെ ശാപം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഗോവിന്ദചാമിയെയും അമിറുൽ ഇസ്ലാമിനെയും പൾസർ സുനിയ അല്ല നമുക്ക് ആവശ്യം. ഇനിയൊരു സൗമ്യയോ ജിഷയോ നിർഭയോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആണും പെണ്ണും പരസ്പരം കരുതാനും ബഹുമാനിക്കാനുമുള്ള ശീലം സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടാകണം. ആ നല്ല ശീലത്തിന് വിത്ത് പാകേണ്ടവരാണ് നമ്മൾ മാതാപിതാക്കൾ. ഞാനിവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ. എന്റെ മോൾക്ക് മാത്രമല്ല, ഒരു കുട്ടിക്കും. വാ മോളെ, പോയി ബാഗ് എടുത്തിട്ട് വാ. And you, if you ever touch any girl, I'll get you arrested for sexual assault. Got it? Arun, you'll have to face disciplinary action by the school. ഞങ്ങളും ഇറങ്ങാം മാഡം. നടക്ക. അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. തമാശയായിട്ട് എടുക്കേണ്ട കാര്യം. നിസ്സാര സംഭവത്തിന്. സ്റ്റോപ്പ് ഇറ്റ്. ചുമ്മാ അല്ല നിങ്ങളുടെ മോളിങ്ങനെ ആയി പോയത്. ഇവിടെ വെച്ച് വേണ്ട, വീട്ടിലേക്കല്ലേ വരുന്നേ. ഇഷ, സോറി മോളെ. മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇനി അരുണിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകില്ല. മോള് ധൈര്യമായിട്ട് പോകും. ശരി.